ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടോപ്പിക് മെയിൻറ്റെയിൻ കൺട്രോളിംഗ് ഏരിയ. കൺട്രോളിംഗ് ഏരിയ SAPയിലെ കൺട്രോളിംഗ് മൊഡ്യൂളിലെ ഒരു ഓർഗനൈസേഷണൽ യൂണിറ്റ് ആണ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബിസിനസ്സിൻ്റെ ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിംഗ് പർപ്പസിനും വേണ്ടിയാണ്. ഒരു കമ്പനിയുടെ കോസ്റ്റ് അലൊക്കേഷനും കോസ്റ്റ് മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് കൺട്രോളിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കീ കോൺസെപ്റ്റ്സ് ഓഫ് ദി കൺട്രോളിംഗ് ഏരിയ. കൺട്രോളിങ്ങിലെ മേജർ കീ കോൺസെപ്റ്റ്സ്. ഒന്ന്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. കൺട്രോളിംഗ് ഏരിയ കൺട്രോളിങ്ങിലെ തന്നെ ഹയസ്റ്റ് ലെവലാണ്. ഒരു ഇൻഡിവിജ്വൽ കമ്പനി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനി അവരുടെ കോസ്റ്റ് അക്കൗണ്ടിംഗ് ആക്ടിവിറ്റീസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതാണ് കൺട്രോളിംഗ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, അസൈൻമെൻറ്റ് ഓഫ് കമ്പനി കോഡ്. ഒരു കൺട്രോളിംഗ് ഏരിയയെ ഒരു കമ്പനി കോഡായിട്ടോ ഒന്നിലധികം കമ്പനി കോഡായിട്ടോ അസൈൻ ചെയ്യാൻ പറ്റും. അടുത്തത് കറൻസി സെറ്റിങ്സ്. കൺട്രോളിംഗ് ഏരിയയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കറൻസി സെറ്റിങ്സ് ഉണ്ട്. മെയിനായിട്ട് കൺട്രോളിംഗ് ഏരിയ കറൻസി, പ്രൈമറി കറൻസി എന്നും പറയാം. അത് കൺട്രോളിംഗ് ഏരിയ കോൺഫിഗർ ചെയ്യുമ്പോൾ കമ്പനി കോഡിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് ഒബ്ജക്റ്റ് കറൻസി. അത് നമ്മുടെ കോസ്റ്റ് സെൻറ്റർ, ഇൻറ്റേർണൽ ഓർഡർ പോലുള്ള കോസ്റ്റ് ഒബ്ജക്റ്റുമായിട്ട് അസൈൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന കറൻസിയാണ്. അടുത്ത ട്രാൻസാക്ഷൻ കറൻസി. ഇത് നോർമലി നമ്മൾ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കറൻസിയാണ്. അടുത്ത ഫിസ്ക്കൽ ഇയർ വേരിയൻറ്റ്. നമ്മുടെ കമ്പനി കോഡിൽ യൂസ് ചെയ്തിരിക്കുന്ന സെയിം ഫിസ്ക്കൽ ഇയർ വേരിയൻറ്റ് തന്നെ കൺട്രോളിംഗ് ഏരിയ സെറ്റപ്പ് ചെയ്യുമ്പോഴും അസൈൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ടും കൺസിസ്റ്റൻ്റായിട്ടും ഒരു റിപ്പോർട്ടിംഗ് കിട്ടുള്ളൂ. അടുത്ത കീ ഫങ്ഷൻസ് ആൻഡ് കമ്പോണൻസ് വിത്തിൻ ദി കൺട്രോളിംഗ് ഏരിയ. കൺട്രോളിങ്ങിലെ മേജർ മൊഡ്യൂൾസ് ആണ്. ഫസ്റ്റ് വൺ, കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിംഗ്. ഒരു ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെൻറ്റിലും ഫങ്ഷണൽ ഏരിയയിലും ഉണ്ടാകുന്ന കോസ്റ്റിനെ ട്രാക്ക് ചെയ്യാനും വേണ്ടിയാണ് കോസ്റ്റ് സെൻറ്റർ അക്കൗണ്ടിംഗ് യൂസ് ചെയ്യുന്നത്. രണ്ട്, ഇൻറ്റേർണൽ ഓർഡർ. ഒരു ഷോർട്ട് ടൈം ഓർ ടെമ്പററി പ്രോജക്റ്റിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെ ട്രാക്ക് ചെയ്യാനും അനാലിസിസ് ചെയ്യാനും വേണ്ടിയാണ് ഇൻറ്റേർണൽ ഓർഡർ യൂസ് ചെയ്യുന്നത്. ഇത് കോസ്റ്റ് സെൻറ്ററിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത, പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിംഗ്. നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ പല സെഗ്മെൻറ്റായിട്ടോ സബ് യൂണിറ്റായിട്ടോ തിരിച്ച് അതുമായി പ്രോഫിറ്റ് സെൻറ്ററിനെ അസൈൻ ചെയ്ത് ഇൻറ്റേർണൽ പ്രോഫിറ്റബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റ് സെൻറ്റർ അക്കൗണ്ടിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത, പ്രോഡക്റ്റ് കോസ്റ്റിംഗ്. ഇതൊരു കമ്പനിയുടെ പ്രൊഡക്ഷൻ പ്ലാനിംഗ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കമ്പനി അവരുടെ പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനും അത് കസ്റ്റമറിലേക്ക് എത്തിക്കാനും എത്രത്തോളം കോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പ്രോഡക്റ്റ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, COPA. നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സായ മാർക്കറ്റ് സെഗ്മെൻറ്റ്, പ്രോഡക്ട്സ്, കസ്റ്റമർ, സെയിൽസ് റീജിയൻ, എക്സെട്ര തുടങ്ങിയവയുടെ പ്രോഫിറ്റബിലിറ്റി അളക്കാൻ വേണ്ടിയാണ് പ്രോഫിറ്റബിലിറ്റി അനാലിസിസ് യൂസ് ചെയ്യുന്നത്. അടുത്തത്, ഇൻ്റഗ്രേഷൻ വിത്ത് അതർ മൊഡ്യൂൾസ്. നമുക്കറിയാം SAP കൺട്രോളിംഗ് SAPയുടെ മറ്റ് മൊഡ്യൂൾസുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ മെയിൻ മൊഡ്യൂളായ ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ്, FI. ഫൈനാൻഷ്യൽ അക്കൗണ്ടിംഗ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് റിയൽ ടൈം ഫൈനാൻഷ്യൽ പോസ്റ്റിങ്ങിന് വേണ്ടിയാണ്. രണ്ടാമത്തത്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, MM അല്ലെങ്കിൽ സോഴ്സിംഗ് ആൻഡ് പ്രൊക്യൂർമെൻറ്റ് എന്നും പറയാം. നമ്മുടെ കമ്പനിയുടെ മേജർ പ്രൊക്യൂർമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ്. അതുപോലെ മെറ്റീരിയൽസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ് തുടങ്ങിയവയും മെറ്റീരിയൽ മാനേജ്മെൻറ്റ് മൊഡ്യൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അടുത്ത, പ്രൊഡക്ഷൻ പ്ലാനിംഗ്. നമ്മുടെ കമ്പനിയുടെ വേരിയസ് പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ്, ബിൽ ഓഫ് മെറ്റീരിയൽ തുടങ്ങിയവയെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് മൊഡ്യൂളാണ്. അടുത്ത, സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, SD. നമ്മുടെ കമ്പനിയുടെ കംപ്ലീറ്റ് സെയിൽസ് ബേസ്ഡ് പ്രോസസ്സുകളും പ്രോഡക്റ്റ് ഡെലിവറി എക്സെട്രയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് SD മൊഡ്യൂളാണ്. ആൻഡ് ഫൈനലി, അഡ്വാൻറ്റേജസ് ഓഫ് എ വെൽ ഡിഫൈൻഡ് കൺട്രോളിംഗ് ഏരിയ. ഒരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് റിപ്പോർട്ടിംഗ് പർപ്പസിന് വേണ്ടി കൺട്രോളിംഗ് ഏരിയ പ്രോപ്പറായിട്ട് സെറ്റപ്പ് ചെയ്താൽ ഉണ്ടാകുന്ന മേജർ അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് പോയിൻ്റ്, കൺസിസ്റ്റൻസ് കോസ്റ്റ് റിപ്പോർട്ടിംഗ്. നമ്മുടെ കമ്പനിയുടെ എല്ലാ ബിസിനസ് യൂണിറ്റിൻ്റെ കോസ്റ്റ് കൺട്രോളിങ്ങും ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങും ആക്യുറേറ്റ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഹാൻഡിൽ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നു. അടുത്തത്, ഇംപ്രൂവ്ഡ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ കമ്പനിയുടെ കോസ്റ്റ് സ്ട്രക്ചർ, പ്രോഫിറ്റബിലിറ്റി, എഫിഷ്യൻസി എക്സെട്ര തുടങ്ങിയവയെക്കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് എടുക്കാൻ പറ്റും. അടുത്ത, എൻഹാൻസ്ഡ് ക്രോസ് കമ്പനി അനാലിസിസ്. കൺട്രോളിംഗ് ഏരിയ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ ഒന്നോ ഒന്നിലധികം കമ്പനികളെ ഇൻഡിവിജ്വലായിട്ടോ ഗ്രൂപ്പായിട്ടോ മെയിൻറ്റെയിൻ ചെയ്യാനും അനലൈസ് ചെയ്യാനും സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ കൺട്രോളിംഗ് ഏരിയയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺഫിഗറേഷനാണ് വരുന്നത്. കോൺഫിഗറേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.